ശ്രീ ബി രാധാകൃഷ്ണ മേനോൻ, നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷം കോൺഗ്രസിന്റെ പരാമർശം അങ്ങേയറ്റം ദൗർഭാഗ്യകരമായിരുന്നു. പ്രഥമ വനിതയാണ് ഇത്തരത്തിൽ അവരുടെ പ്രസംഗത്തെ ബോറിംഗ് എന്നും പൂവർ തിങ് എന്നും ഒക്കെ പറഞ്ഞ് അധിക്ഷേപിച്ചത്. നയപ്രഖ്യാപന പ്രസംഗത്തിൽ രാജ്യത്തിന്റെ പുരോഗതി വിലയിരുത്തപ്പെടുന്ന ഒരു പ്രസംഗം എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക്, പ്രതിപക്ഷ പാർട്ടിക്ക് ബോറിംഗ് ആകുന്നത്? അത് അവതരിപ്പിക്കുന്ന പ്രഥമ വനിത പൂവർ തിങ് ആകുന്നതും എങ്ങനെയാണ്? അല്ല, ഇവിടെ ഇന്ത്യൻ പാർലമെന്റില് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തെ അർഹിക്കുന്ന രീതിയിൽ ഉൾക്കൊള്ളാൻ പോലും കഴിയാത്ത ഒരു പ്രതിപക്ഷം അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം, അവരുടെ മനോഭാവത്തിന്റെ കൃത്യമായ പ്രകടനമാണ്, അവരുടെ മനസ്സിന്റെ പ്രകടനമാണ് ഇന്ന് ശ്രീമതി സോണിയാഗാന്ധിയുടെ സോണിയയുടെ ഭാഗത്തു നിന്ന് അവിടെ ഉണ്ടായിരുന്നു. കാരണം ഈ ഭാരതം സ്വതന്ത്രമായത് ദശാബ്ദങ്ങളുടെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ധീരമായി ദേശാഭിമാനികൾ നടത്തിയ പോരാട്ടത്തിന്റെ പരിണിത ഫലമായിട്ടാണ്. അപ്പൊ ആ പോരാട്ടത്തിലൂടെ നേടിയെടുത്ത സ്വാതന്ത്ര്യം, അതിന്റെ തുടർച്ചയായി ഇവിടെ നടപ്പായിട്ടുള്ള ജനാധിപത്യം, ആ ജനാധിപത്യത്തിന്റെ ഉന്നത മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന പാർലമെന്റ്, അതിന്റെ എല്ലാം ഔന്നിത്യത്തിലിരിക്കുന്ന രാഷ്ട്രപതി. അപ്പൊ ആ രാഷ്ട്രപതിയെ അവരുടെ എന്ത് കാരണം കൊണ്ടാണ് അവരെ ഈ നിലയിൽ നോക്കിക്കാണാൻ ശ്രീമതി സോണിയയ്ക്ക് കഴിഞ്ഞിട്ടുള്ളത് എന്നതില് ചിന്തിക്കുന്ന സമയത്ത്, ആ ദശാബ്ദങ്ങളുടെ നൂറ്റാണ്ടുകളുടെ ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ തുടർച്ചയെ ആ നിലയിൽ കാണുന്ന, അതിന്റെ എന്തോ ആധികാരികതയുള്ള ഒരു സംവിധാനമാണ് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കി കൊടുത്ത കോൺഗ്രസിന്റെ തലപ്പത്തിപ്പ് ഇരിക്കുമ്പോൾ താൻ എന്ന മനോഭാവത്തിൽ ഈ ഭാരതത്തിന്റെ ഏറ്റവും പരമോന്നത പദവിയിലിരിക്കുന്ന ആ സ്ഥാനത്തിരിക്കുന്ന വ്യക്തി, അവര് ഭാരതത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗത്തിൽ പെടുന്ന ആൾ കൂടിയാണ് എന്നറിയുമ്പോൾ, ആ നിലയിലുള്ള ഭാരതത്തിന്റെ വനവാസി സമൂഹത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള, ആദിവാസി സമൂഹത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള ഒരു വനിതയ്ക്ക് ഈ ഏറ്റവും വലിയ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പരമോന്നത പദവിയിലിരുന്നു കൊണ്ട് ആ ജനാധിപത്യത്തിന്റെ കാവലാളായി ഔന്നിത്യത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇന്ന് ഭാരതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം, വരുന്ന ഒരു വർഷക്കാലത്തെ ഭാരതത്തിന്റെ ബജറ്റ് പ്രഖ്യാപിക്കാൻ പോകുന്ന, ചർച്ച ചെയ്യാൻ പോകുന്ന സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ആ നിലയിലുള്ള നയപ്രഖ്യാപനം നടത്തുമ്പോൾ ആ പ്രഖ്യാപനത്തെ എന്തോ ബോറടിക്കുന്ന ഏർപ്പാടായി, പൂവർ പെർഫോമൻസ് ആയി ഒക്കെ നോക്കിക്കാണാൻ കഴിയുന്ന ആ മാനസികാവസ്ഥ, അത് പഴയ ബ്രിട്ടീഷ് മാനസികാവസ്ഥയാണ് എന്ന് നമുക്ക് തോന്നിയാൽ അതിന് ആർക്കും തെറ്റു പറയാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ അത് തന്നെയാണ് അവരുടെ മനോഭാവത്തിൽ പ്രകടമാവുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് എക്കാലത്തും അവരുടെ കോൺഗ്രസിന്റെ കുടുംബാധിപത്യ സംവിധാനത്തിന്, അതിന്റെ തുടർച്ചക്കാർക്ക്, അവർക്ക് അനുഭവിക്കാനുള്ള അവരുടെ എന്തോ തീരെഴുതി കിട്ടിയ രാജാധികാരത്തിന്റെ തുടർച്ചക്കാരായിട്ട് ഇരിക്കുന്ന ആളുകളുടെ ഒരവകാശം പോലെയാണ് അവരിതിനെ കാണുന്നത്. അപ്പൊ അതിന്റെ പ്രവർത്തകരായിട്ടുള്ളവർ, അതിന്റെ മറ്റു നേതാക്കളൊക്കെ ഈ പറഞ്ഞ രാജ്ഞിയുടെയും രാജാവിന്റെയും ഒക്കെ ദാസന്മാരെ പോലെയാണ് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയെല്ലാമുള്ള ആ ഒരു അവസ്ഥയിൽ അതിന്റെ ഔന്നിത്യത്തിലിരിക്കുന്ന, നമുക്കറിയാം കഴിഞ്ഞ കാലത്ത് ഇന്ത്യയുടെ ഭരണകൂടത്തെ ഭരണ സംവിധാനത്തിന് പുറത്തിരുന്ന് നിയന്ത്രിച്ചിരുന്ന സ്ത്രീയാണ് ശ്രീമതി സോണിയ. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി പദത്തിന് പുല്ലുവില കൽപ്പിക്കാതെ അദ്ദേഹത്തെ പാവയെപ്പോലെ കൈകാര്യം ചെയ്തിരുന്ന, ഒരു ചരടിൽ കെട്ടിയ പാവയെപ്പോലെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയുടെ ഭരണത്തെ നിയന്ത്രിച്ച വനിതയാണ് ശ്രീമതി സോണിയ. അപ്പൊ ആ നിലയിലുള്ള സോണിയയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാഴ്ചപ്പാട് വരുന്നത്, ഈ ഇന്ത്യയുടെ പരമോന്നത പദവിയിൽ ഇരുന്നു കൊണ്ട് രാഷ്ട്രപതി നടത്തുന്ന പ്രസംഗത്തെ ബോറിംഗ് ആയി അനുഭവപ്പെടുന്നത്, അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസിനെ ഉൾക്കൊള്ളാൻ കഴിയാത്തത്, അവരുടെ ഹിന്ദി ഭാഷയെ മനസ്സിലാക്കാൻ കഴിയാത്തത്, അല്ലെങ്കിൽ ഹിന്ദിയെ പൂർണ്ണമായും തിരിച്ചറിയാൻ കഴിയാഞ്ഞത്, രാഷ്ട്രഭാഷയെ തിരിച്ചറിയാൻ കഴിയാഞ്ഞിട്ടാണോ എന്നൊക്കെയുള്ള ധാരാളം സംശയങ്ങൾ. രാഷ്ട്രപതി ഭവൻ തന്നെ
അവരുടെ അതിനെക്കുറിച്ചിട്ടുള്ള പ്രതികരണത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. അപ്പൊ ഈ നിലയിലുള്ള ഒരു ധാർഷ്ട്യത്തോടെയുള്ള സമീപനം, ആ സമീപനമാണ് കോൺഗ്രസിനെ ഭാരതത്തിൽ ഇന്ന് ഈ നിലയിലെത്തിച്ചത്. അപ്പൊ അതിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീമതി സോണിയയും കുടുംബവും ഇന്നും അതേ മനോഭാവത്തോടു കൂടി തന്നെ രാജ്യത്തിന്റെ ഭരണകൂടത്തെ നോക്കിക്കാണുന്നു. പ്രത്യേകിച്ച് പ്രഥമ വനിതയെ ഈ നിലയിൽ പുച്ഛത്തോടെ അവരെ നോക്കിക്കാണാൻ, ആ നിലയിൽ പ്രതികരിക്കാൻ അത് കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും അപലപനീയമാണ്. കോൺഗ്രസ് പാർട്ടി ആയാലും ശ്രീമതി സോണിയ ആയാലും പരസ്യമായി മാപ്പ് പറയേണ്ട വിഷയമാണത്. ആ നിലയിലുള്ള, കാരണം ഇന്ത്യയുടെ പ്രഥമ വനിതയ്ക്ക് ഇൻസൾട്ടായി ഇതിനെ ഫീൽ ചെയ്തു എന്നുള്ളത് രാഷ്ട്രപതി ഭവന്റെ പ്രതികരണത്തിൽ തന്നെ വ്യക്തമാണ്. അപ്പൊ ആ നിലയിൽ ഇത് വ്യക്തമായിരിക്കെ തീർച്ചയായിട്ടും അതിന് പരസ്യമായി മാപ്പ് പറയാനും ആ നിലയിലുള്ള ഒരു സമീപനം, ആ സമീപനം കോൺഗ്രസിന്റെയോ സോണിയയുടെയോ ഭാഗത്തു നിന്ന് തുടരുന്ന ആ ഒരു സമീപനത്തെ തിരുത്താനുമുള്ള മാന്യത അതല്ല. ഇന്നിപ്പോ അവര് അനാവശ്യ ന്യായീകരണവുമായിട്ടാണ് അവരെല്ലാം ഇറങ്ങിയിരിക്കുന്നത്. ഇത് അപലപനീയമാണ്. ഇന്ത്യൻ ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ്. ജനാധിപത്യ സംവിധാനത്തെ പുച്ഛത്തോടെ നോക്കിക്കാണുന്നത് കൊണ്ടാണ് പിന്നോക്കക്കാരനെ, പട്ടികജാതിക്കാരനെ ഒക്കെ ഉയർത്തിപ്പിടിക്കും, ഇതര മതവിഭാഗങ്ങളെ അവരെയൊക്കെ പ്രത്യേക പരിഗണനയോടെ നോക്കിക്കാണും എന്നൊക്കെ അവകാശപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസിന്റെ ഏറ്റവും ഔന്നത്യത്തിലിരുന്നു കൊണ്ട് ഈ നിലയിലുള്ള പ്രവൃത്തി നടത്തുമ്പോൾ യഥാർത്ഥത്തിലുള്ള അവരുടെ മനോഭാവവും മനസ്സുമാണ് ഇവിടെ പ്രകടമായത്. അതിനെതിരായി വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും പാർലമെന്റിൽ മാത്രമല്ല ഭാരതത്തിലെമ്പാടും കടുത്ത പ്രതിഷേധം ഉയരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ പ്രതിഷേധമാണ് ഇവിടെ ഉയരുന്നത്. അത് തിരുത്താൻ കോൺഗ്രസ് ആണ് തയ്യാറാവേണ്ടത്, സോണിയയാണ് തയ്യാറാവേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.